റേഷൻ കാർഡിന്റെ ഓൺലൈൻ സർവീസുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരേ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിലുള്ള ഒരു റേഷൻ കാർഡിൽ നിന്നും ഒരു വ്യക്തിയെ മറ്റൊരു റേഷൻ കാർഡിലേക്ക് ചേർക്കുന്നത് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എസ്ക്വയർ മീഡിയ യൂട്യൂബ് ചാനൽ. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു അപേക്ഷയും സമർപ്പിക്കാനായി ആദ്യമായി ചെയ്യേണ്ടത് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സ്റ്റെപ്പിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏതൊരു അപേക്ഷയും സമർപ്പിക്കാനായി നമ്മൾ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കേണ്ടത്. വെബ്സൈറ്റിൽ പ്രവേശിക്കാനായി നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ അഡ്രസ് ബാറിൽ www.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്ത് എന്ററിൽ പ്രസ് ചെയ്യുക. വെബ്സൈറ്റിന്റെ അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുകളിലായി കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെയുള്ള സിറ്റിസൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായി കാണാം. ഓൾറെഡി ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ളവർ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അപേക്ഷയുടെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാത്തവർ ക്രിയേറ്റ് ചെയ്യാനായി താഴെയുള്ള ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതിൽ നോ എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള നമ്മൾ ഏത് റേഷൻ കാർഡിലെ അപേക്ഷയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റേഷൻ കാർഡിൽ നിലവിലുള്ള ഒരു അംഗത്തിന്റെ ആധാർ നമ്പർ ആദ്യത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ റേഷൻ കാർഡിന്റെ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെയായി കാണുന്ന അഗ്രി എന്നതിന്റെ നേരെയായി ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ആധാർ കാർഡിന്റെ ഉടമസ്ഥന്റെ പേര് നെയിം എന്നുള്ള കോളത്തിൽ വന്നതായി കാണാം. അതിനുശേഷം യൂസർ ഐ ഡി എന്നുള്ള യൂസർ ലോഗിൻ ഐ ഡി എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ലോഗിൻ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂസർ ക്രിയേഷനുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ലോഗിൻ ഐ ഡി അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ലോഗിൻ ഐ ഡി നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണാം. ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്തതിനു ശേഷം അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ അതേ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപേക്ഷകന്റെ ഇമെയിൽ ഐ ഡി എന്നുള്ള കോളത്തിലും മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായി കാണാം. ആ ബോക്സിൽ ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ലോഗിൻ പേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതായി കാണാം. ഈ പേജിലെ യൂസർ ഐ ഡി എന്നുള്ള കോളത്തിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച ബോക്സിൽ അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു ബോക്സ് പോപ്പപ്പായി വരുന്നത് കാണാം. അവിടെ ഒരു OTP എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഈ OTP റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. ആ ഒരു OTP നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസറിന്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിരിക്കുകയാണ്. ഈ പേജിൽ കാണുന്ന ഈ സർവീസസ് എന്ന ടാബ് ഉപയോഗിച്ചാണ് നമ്മൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാതരം ഓൺലൈൻ അപേക്ഷകളും നൽകേണ്ടത്. അപേക്ഷകൾ നൽകാനായി ഈ സർവീസസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ബോക്സ് വായിച്ചു നോക്കാം. ഇതിന്റെ താഴെ കാണുന്ന ക്ലോസ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ബോക്സ് ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ്. റേഷൻ കാർഡിലേക്ക് പുതിയ മെമ്പറെ ആഡ് ചെയ്യാനായി സർവീസസ് ഫോർ ഫാമിലീസ് എന്ന ഹെഡിന്റെ താഴെയുള്ള അഡീഷൻ ഓഫ് മെമ്പർ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അപേക്ഷയുടെ പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഈ പേജ് നമ്മുടെ റേഷൻ കാർഡിന്റെ വിവരങ്ങളും നിലവിലുള്ള അംഗങ്ങളുടെ പേരും ഓണറുടെ പേരും അതുപോലെ റേഷൻ കാർഡിന്റെ നമ്പറും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ പേജിന്റെ താഴ്ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് ഓഫ് അഡീഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ താഴെയുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെമ്പറെ ആഡ് ചെയ്യാനായി എന്തൊക്കെ സോഴ്സ് ഉപയോഗിക്കാം എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ വരുന്നത് കാണാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഓപ്ഷനും ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ റേഷൻ കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വീഡിയോയിലും അതുപോലെ തന്നെ പുതിയ മെമ്പറെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ
അതേ താലൂക്ക് ഓഫീസിന്റെ കീഴിലുള്ള മറ്റൊരു റേഷൻ കാർഡിലെ അംഗത്തെ ഈ റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യുന്നതിനായി സമ്മതപത്രം എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എൻ്റർ ബാർകോഡ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ബോക്സ് അവിടെ വന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ റേഷൻ കാർഡിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നിലവിൽ ഏത് റേഷൻ കാർഡിലെ അംഗമാണോ ആ റേഷൻ കാർഡിന്റെ ബാർകോഡ് നമ്പറാണ്. അപ്പോൾ ഈ വ്യക്തി നിലവിൽ അംഗമായിട്ടുള്ള റേഷൻ കാർഡിന്റെ അവസാനത്തെ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ബാർകോഡ് കാണാം. ആ ബാർകോഡിന്റെ താഴെയായി ആ ബാർകോഡിന്റെ നമ്പറും കാണാം. ഈ നമ്പറാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നോട്ട് ചെയ്യുക. എന്നിട്ട് തെറ്റാതെ ഈ എൻ്റർ ബാർകോഡ് നമ്പർ എന്നുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ റേഷൻ കാർഡ് അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. സെലക്ട് മെമ്പർ എന്നുള്ള കോളത്തിൽ ആ റേഷൻ കാർഡ് നിലവിൽ അംഗമായിട്ടുള്ള ഉടമസ്ഥനൊഴികെ ബാക്കിയുള്ള എല്ലാവരുടെയും പേരുകൾ കാണിച്ചിട്ടുണ്ടാവും. ആ പേര് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് എന്താണോ ആ വ്യക്തി നിലവിലുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നത് കാണാം. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വയസ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലായിട്ട് വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റിലേഷൻ എന്നുള്ള കോളത്തിൽ നിന്നും ഈ പുതിയ റേഷൻ കാർഡിന്റെ ഉടമയുമായി ഏതൊരു റേഷൻ കാർഡിലേക്കാണ് ആഡ് ചെയ്യുന്നത് ആ റേഷൻ കാർഡിന്റെ ഉടമയുമായി ഈ വ്യക്തിക്കുള്ള ബന്ധം എന്താണെന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതുപോലെ തൊഴിലിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ആ തൊഴിൽ എന്താണെന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതുപോലെ മാസ വരുമാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതവിടെ എത്രയാണോ മാസ വരുമാനം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു ബോക്സ് പോപ്പായി വരുന്നത് കാണാം. ആപ്ലിക്കേഷൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഡേറ്റും മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം അവിടെയുള്ള ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അപേക്ഷ സബ്മിറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടാതെ മറ്റേതെങ്കിലും മെമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ സോഴ്സ് ഓഫ് അഡീഷൻ എന്നുള്ള ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരേ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിലുള്ള ഒരു റേഷൻ കാർഡിൽ നിന്നും ഒരു വ്യക്തിയെ മറ്റൊരു റേഷൻ കാർഡിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അപേക്ഷയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് സമ്മതപത്രവും രണ്ടാമത്തേത് ആ ഒരു വ്യക്തിയുടെ ആധാർ കാർഡുമാണ്. സമ്മതപത്രം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. ആധാർ കാർഡും അതുപോലെ സമ്മതപത്രവും നിങ്ങൾ സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റി വെച്ചിട്ടുണ്ടാവണം. പേജിന്റെ വലതുഭാഗത്തായി കാണുന്ന സെലക്ട് മെമ്പർ എന്നുള്ള ബോക്സിൽ നിന്നും നമ്മളിപ്പോൾ ഈ റേഷൻ കാർഡിലേക്ക് ചേർത്തിരിക്കുന്ന വ്യക്തിയുടെ പേര് അവിടെ കാണാം. ആ ഒരു പേര് തിരഞ്ഞെടുക്കുക. അതിനുശേഷം താഴെയുള്ള ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ളതിൽ നിന്നും സമ്മതപത്രം എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിന്റെ താഴെയുള്ള ബ്രൗസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സിസ്റ്റത്തിൽ എവിടെയാണോ ഈ സമ്മതപത്രം സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അറ്റാച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോപ്പ് വരുന്നത് കാണാം. ആ ബോക്സിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേ രീതിയിൽ അവിടെ നിന്നും ആധാർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു വ്യക്തിയുടെ ആധാർ കാർഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വ്യൂ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം. നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇൻ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോപ്പ് വരുന്നത് കാണാം. അവിടെ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പേജിൽ കാണുന്ന ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒരു കാരണവശാലും പ്രസ് ചെയ്യരുത്. പ്രിന്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അപേക്ഷ അവിടെ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഈ അപേക്ഷ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം കാർഡ് ഉടമയുടെ ഒപ്പ് പതിപ്പിച്ച ശേഷം ഈ ഒരു ഫയൽ വീണ്ടും സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ കയറ്റി വെക്കേണ്ടതാണ്. പ്രിന്റ് ചെയ്തതിനു ശേഷം ഈ പേജ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ അപേക്ഷയുടെ പേജിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ആ ഒരു ബോക്സിന്റെ താഴെ സൈൻഡ് ആപ്ലിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ വന്നതായി കാണാം. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബ്രൗസർ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് കയറ്റി വെച്ചിരിക്കുന്ന ഈ പ്രിന്റ് ഔട്ട് അവിടെ സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോപ്പ് ഓപ്പൺ ആയി വരുന്നത് കാണാം. അവിടെ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വലതുവശത്തായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സൈൻഡ് ആപ്ലിക്കേഷനും കൂടെ ആ ഒരു ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇടതുഭാഗത്തുള്ള ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉറപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനൊക്കെ ഈ ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമായി വരും. ആ ബോക്സിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും അതുപോലെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ പുതിയ മെമ്പറിന്റെ പേരോട് കൂടിയിട്ടുള്ള റേഷൻ കാർഡ് എങ്ങനെയാണ് പ്രിന്റ് എടുക്കേണ്ടതെന്നുള്ളവർക്ക് വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കെല്ലാം വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരേ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിലുള്ള ഒരു റേഷൻ കാർഡിൽ നിന്നും ഒരു വ്യക്തിയെ നമ്മൾ അതേ താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ കീഴിലുള്ള മറ്റൊരു റേഷൻ കാർഡിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ബൈ.